പത്തനംതിട്ട ജില്ലയിൽ ബി.ജെ.പി. അധികാരത്തിലെത്തിയ കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ ഭാരതാംബയുടെ ചിത്രമുയർത്തി പ്രവർത്തകർ. കുറ്റൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ ഭാരതാംബയുടെ ചിത്രമുയർത്തിയാണ് ബി.ജെ.പി. പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചത്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, ഭാരതാംബയുടെ ചിത്രമുയർത്തിക്കൊണ്ട് വലിയ സന്തോഷമാണ് പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. വിവരങ്ങൾ. നിലവ ബി.ജെ.പി. അധികാരത്തിലേറിയ ഒരു പഞ്ചായത്താണ് കുറ്റൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത്. 7 സീറ്റുകൾ വിജയിച്ചുകൊണ്ടായിരുന്നു കുറ്റൂർ പഞ്ചായത്തിൽ ബി.ജെ.പി. അധികാരത്തിലേറിയത്. അതിനെ തുടർന്ന് നടന്ന വിജയാഹ്ലാദങ്ങളുടെ ഭാഗമായിട്ടാണ് ഭാരതാംബയുടെ ചിത്രം കുറ്റൂർ പഞ്ചായത്ത് കെട്ടിടത്തിൽ വലിയ ഒരു ചിത്രം ഇത്തരത്തിൽ പ്രദർശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ നമുക്കറിയാം, ഈ സർക്കാർ സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ ഭാരതാംബയുടെ ചിത്രം വെച്ചത് വലിയ വിവാദമാക്കിക്കൊണ്ട് രാഷ്ട്രവിരുദ്ധ ശക്തികൾ വലിയ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഭാരതാംബയുടെ ചിത്രം ഒരു ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിൽ ആലേഖനം ചെയ്യുന്ന രീതിയിൽ ബി.ജെ.പി. പ്രവർത്തകർ ആഹ്ലാദം പ്രകടിപ്പിക്കുകയുണ്ടായത്. കൃത്യമായിട്ടുള്ള സന്ദേശം തന്നെ, അതായത് ഈ രാജ്യത്തിന്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ മുഖമുദ്രയാണ് ഭാരതാംബ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാരതാംബയുടെ ചിത്രം യഥാർത്ഥത്തിൽ അവിടെ വെക്കുന്നത് ചോദ്യം ചെയ്യപ്പെടുന്നവർക്കെതിരെയുള്ള കൃത്യമായിട്ടുള്ള സൂചന തന്നെയായി ബി.ജെ.പി. പ്രവർത്തകരുടെ ഈ ആഹ്ലാദ പ്രകടനത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം കാവിക്കൊടിയും കുറ്റൂർ പഞ്ചായത്ത് കെട്ടിടത്തിൽ ബി.ജെ.പി. പ്രവർത്തകർ വീശുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാവിക്കൊടിയും ഭാരതാംബയും ഏറെ വിവാദമായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യത്തിലും കാലഘട്ടത്തിലുമാണ് ഈ രീതിയിൽ ഒരു ആഹ്ലാദ പ്രകടനത്തിലൂടെ ഒരു സന്ദേശം ബി.ജെ.പി. പ്രവർത്തകർ നൽകിയിരിക്കുന്നത്. ഗോകുൽ, കുറ്റൂരിൽ വലിയ രാഷ്ട്രീയ വിജയമാണല്ലോ ബി.ജെ.പി. നേടിയത്. പൊതുവെ അവിടുത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെയാണ് കുറ്റൂരിൽ? നിലിമ, ബി.ജെ.പി. ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി കുറ്റൂർ പഞ്ചായത്തിൽ. അതിനുശേഷം നിലവിൽ കാലുവാരൽ ഭീഷണി അടക്കം നിലനിന്നിരുന്നൊരു സാഹചര്യം കൂടിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികൾ ഇന്ത്യയും സഖ്യമായിട്ട് രൂപപ്പെടേണ്ട ചർച്ചകളൊക്കെ നടന്നിരുന്നെങ്കിൽ കൂടിയിട്ടും ഇന്നലെ നടന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ എന്തായാലും ആ രീതിയിൽ നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് അധികാരത്തിലേറാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ തന്നെ വിജയിച്ച് കയറുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ കുറ്റൂർ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ബി.ജെ.പി. അധികാരത്തിലെത്തുന്നത്. നിലവിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഈ പഞ്ചായത്ത് പിടിച്ചെടുക്കുന്ന ഒരു രീതിയിൽ ശക്തമായിട്ടുള്ള പ്രവർത്തനം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടപ്പാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതിന്റെ ഏകോപനവും തന്നെയാണ് പഞ്ചായത്തിൽ ബി.ജെ.പിയുടെ വിജയത്തിലേക്ക് കലാശിച്ചത്. എന്തായാലും അതിനുശേഷവും പ്രവർത്തകരുടെ ആഹ്ലാദം ആ രീതിയിൽ തന്നെ ദേശീയതയെ പ്രോജ്വലിപ്പിക്കും വിധമുള്ള ആഘോഷ പരിപാടികൾ തന്നെയാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കുറ്റൂർ പഞ്ചായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് അവരുടെ ആത്മവിശ്വാസത്തെയും ഊർജ്ജത്തെയും തന്നെ സൂചിപ്പിക്കുന്നതായിരുന്നു ആ രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങളും. നീലിമ. ശരി ഗോകുൽ, പത്തനംതിട്ട കുറ്റൂരിൽ വലിയ രാഷ്ട്രീയ വിജയമാണ് ബി.ജെ.പി. നേടിയത്. ഭാരതാംബയുടെ ചിത്രം ഉയർത്തിക്കൊണ്ടാണ് വലിയ ആഹ്ലാദം അവിടെ ബി.ജെ.പി. പ്രവർത്തകർ പങ്കുവച്ചത്. ഗോകുൽ രമേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനിയൊരു ഇടവേളയാണ്.